രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്യാൻ കാണിച്ച ശുഷ്കാന്തി ഇപ്പോൾ പോലീസിന് വിനയായിരിക്കുകയാണെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കാനഡയിൽ ഇരുന്നു കൊണ്ട് ഒരു 31-കാരിയുടെ പരാതി ലഭിക്കുന്നു. അതിനു പിന്നാലെ രാഹുൽ മാങ്കൂട്ടം എവിടെയുണ്ട് എന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് ചെവി അറിയാതെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ പറയുന്ന ആ സമയത്തൊക്കെ പറഞ്ഞിരുന്നത് പിറ്റേ ദിവസം വൈകുന്നേരത്തോടു കൂടി ഈ പറയുന്ന അതിജീവിത നാട്ടിലെത്തുമെന്നായിരുന്നു. പക്ഷെ ഇനിയിപ്പോൾ കോടതിയിൽ ഹാജരാക്കുന്ന സാഹചര്യത്തിൽ അതിജീവിത നാട്ടിലെത്തില്ല എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. കാനഡയിൽ നിന്നും ഈ പറയുന്ന അതിജീവിതയ്ക്ക് നാട്ടിലേക്ക് വരാനുള്ള സാഹചര്യം ആയിട്ടില്ല എന്ന് പറയപ്പെടുന്നു. യഥാർത്ഥത്തിൽ ഇപ്പോൾ പോലീസാണോ പെട്ടിരിക്കുന്നത്? ഇപ്പോൾ പോലീസിനെ അതിജീവിതയെ കണ്ടുപിടിച്ച് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുവരേണ്ട ഒരു സാഹചര്യത്തിലേക്കല്ലേ പോകുന്നത്? പോലീസ് പെട്ടാൽ ഇതൊരു രാഷ്ട്രീയ നാടകത്തിന്റെ ഒരു ഭാഗമാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പിട്ട് ഈ ഒരു സിറ്റുവേഷൻ എല്ലാ ആളുകളും പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യമാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് കൂടെ തെളിവെടുക്കാൻ പോകുന്നു, അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ജനങ്ങളൊക്കെ, അതായത് എതിർ പാർട്ടിയുള്ള ആളുകളൊക്കെ കൂകി വിളിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നു. ഇതൊക്കെ അതായത് ഈ വാർത്തകൾ വരുന്നുണ്ട്. ആദ്യത്തെ കേസ് വന്നപ്പം ഞാൻ മനസ്സിൽ കുറിച്ചിട്ടൊരു കാര്യമാണ്, ഇങ്ങനെ സംഭവിച്ചേക്കാം. കാരണം രാഷ്ട്രീയമാണല്ലോ, രാഷ്ട്രീയപരമായിട്ട് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോഴാണ്. അവിടെ തെളിവോ കുറ്റക്കാരോ ഒന്നും വേണ്ട. പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായി അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ആളുകൾക്ക് അത് മതി. ജയിലിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യത്തിൽ കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പിട്ട് തെറി വിളിക്കാനും അല്ലെങ്കിൽ അവർ പ്രതിഷേധം കാണിക്കാനും രാഹുൽ മാങ്കൂട്ടം ഇത്രയും നാളും മിസ്റ്റർ പിണറായി വിജയൻ എന്ന് വിമർശിച്ചതിന്റെ, ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറിനെ കളിയാക്കിയതിന്റെ, ഇതിന്റെ എല്ലാം പ്രതികാരങ്ങൾ ഇടതുപക്ഷത്തിന് തീർക്കണമെങ്കിൽ ഇങ്ങനൊരു സാഹചര്യം അവർ ആഗ്രഹിച്ചിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതിനുവേണ്ടി നമുക്കറിയാം, ആദ്യത്തെ 2 കേസിലും രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടുന്ന ഒരു അവസ്ഥയുണ്ടായി. രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ പോലും കഴിഞ്ഞില്ല. ആ വിഷയം ഇങ്ങനെ എല്ലാ ദിവസവും കൊണ്ടുപോകാൻ മാധ്യമങ്ങൾ കഴിച്ചിരുന്നു. ആ സമയത്തും ഇപ്പോഴും പോലീസിന് അറിയാം ഈ വിഷയത്തിന്റെ മേലിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ കഴിയാത്തൊരവസ്ഥയിലാണ് മറ്റൊരു കേസുമായിട്ട് പോലീസ് വരുന്നത്. അപ്പോൾ ഈ കേസിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യാം. അതെ, കൃത്യമായി രാഹുൽ ചോദിക്കുന്നുണ്ട്, ഇത് ഏത് കേസിന്റെ പേരിലാണ് ഇപ്പോൾ എന്നെ അറസ്റ്റ് ചെയ്യുന്നത്, ഏത് കേസ്, ഏത് പരാതിക്ക് മേലാണ് എന്നെ അറസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ രാഹുൽ ചോദിക്കുമ്പോൾ തന്നെയും നമ്മൾ സംശയിക്കണം, രാഹുലിന് അപ്പോൾ ഇനിയും ഒരുപാട് കേസുകൾ വരാനുണ്ട് എന്നുള്ളത്. ഒരിക്കലും രാഹുലിനെ ന്യായീകരിക്കാൻ ഒരു സമയത്ത് ന്യായീകരിച്ചിരുന്നു. ഇപ്പം തുടക്കത്തിൽ ആദ്യത്തെ ആരോപണം വന്ന സമയത്തൊക്കെ തന്നെയും ഇത് വെറും ഒരു ആരോപണം മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തള്ളി മാറ്റിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ തള്ളിക്കളഞ്ഞൊരു സാഹചര്യം ഇപ്പോൾ എനിക്ക് ഉൾപ്പെടെ പലർക്കും ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഒരു തുടർക്കഥയായപ്പോൾ രാഹുലിനെ കണ്ണുമടച്ചുകൊണ്ട് ന്യായീകരിക്കാനുള്ള ഒരു സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. എന്നിരുന്നാൽ പോലും ഇപ്പോൾ ഈ പറയുന്ന പോലീസുകാർക്കെതിരെ വലിയൊരു തിരിച്ചടി ആയിക്കൊണ്ടാണ് ഈ പറയുന്ന പെൺകുട്ടി, അതിജീവിത പരാതിക്കാരിയായിട്ടുള്ള കുട്ടി ഇപ്പോൾ നാട്ടിലേക്ക് വരാതിരിക്കുന്ന ഒരു സാഹചര്യമുള്ളത്. അത് എന്തുകൊണ്ടാണ് എന്നുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ പോലീസ് നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു രാഹുലിനെ പിടിക്കാൻ ഇട്ട എഫേർട്ടിനേക്കാൾ ഒരുപാട് മുകളിൽ വേണമെന്ന് തോന്നുന്നു ഇനിയിപ്പോൾ ഈ പറയുന്ന കാനഡയിലെ അതിജീവിത നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. അത് തീർച്ചയായിട്ടും ഇപ്പോ കോടതി ചോദിക്കാൻ പോകുന്ന പെൺകുട്ടി എവിടെയാണ്, പെൺകുട്ടി മൊഴി കൊടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ മൊഴി കൊടുക്കാത്ത ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ്? പെൺകുട്ടി മൊഴി കൊടുത്തിരുന്നു, അതായത് സൂം മീറ്റ് വഴിയോ മറ്റോ ഓൺലൈനായിട്ട് മൊഴി കൊടുത്തു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ പൂങ്കുഴലിയുമായി നേരിട്ട് സംസാരിച്ചു, അല്ലെങ്കിൽ വീഡിയോ കോളിലൂടെ നേരിട്ട് സംസാരിച്ചു, അതിനുശേഷം അതിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിയ ഒരു സാഹചര്യത്തിലാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ പൂങ്കുഴലി എന്ത് ചെയ്യണമെന്നറിയാതെ കുഴങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഫെന്നി നയനാൻ കുറച്ച് ഫോട്ടോ സ്ക്രീൻഷോട്ടുകൾ ഇട്ടിരുന്നു. അതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള തർക്കങ്ങൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളത് കോടതിയാണ് തീരുമാനിക്കുന്നത്. ഇവിടെ വരുന്ന ഒരു കേസ് എന്ന് പറയുന്നത് മാനിപ്പുലേറ്റീവ് കൺസേൺ ആണ്. അപ്പോൾ ഈ നമ്മുടെ രാജ്യത്തിന്റെ ഒരു ഭരണഘടന അനുസരിച്ച് 2 പേർക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് ഒരു തെറ്റുമില്ല. അവർ തമ്മിൽ പരസ്പരം ഇഷ്ടപ്പെട്ടാണ് ചെയ്യുന്നതെങ്കിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അവിടെ മാനിപ്പുലേറ്റീവ് കൺസേൺ, ഇതിനു വേണ്ടിയിട്ട് ഒരാളെ മാനിപ്പുലേറ്റ് ചെയ്ത് ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്ന ഒരാളാണ് വിക്ടിം എന്ന് തെളിയിച്ചാൽ മാത്രമാണ് അവിടെ ഒരു വിഷയം വരുന്നത്. അപ്പോൾ പിന്നെ പെൺകുട്ടിക്ക് പരാതി ഉണ്ടാകുന്ന ഒരു സാധ്യത, അല്ലെങ്കിൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുക, ഈ ഇത്തരത്തിലുള്ള രീതിയിലേക്ക് വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുന്നത്. ഇപ്പോൾ ആദ്യത്തെ കേസിൽ നോക്കിക്കഴിഞ്ഞാൽ രാഹുൽ ആ കുട്ടിയെ പീഡിപ്പിച്ചു, അല്ലെങ്കിൽ ബലാത്സംഗം, അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ആ കേസിൽ പോലീസ് ആർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും രാഹുലിന് ജാമ്യം കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരു മാനിപ്പുലേറ്റീവ് കൺസേണിന്റെ പരിധിയിലാണ് ഇപ്പോൾ പോലീസ്. അതായത് ഇദ്ദേഹം റിപ്പീറ്റഡ് ആയിട്ട് ഇത്തരത്തിലുള്ള ഒരുപാട് ആളുകളെ ചതിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പറ്റിച്ചിട്ടുണ്ട്. നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട്, വിവാഹ വാഗ്ദാനം നൽകിയിട്ട് പറ്റിച്ചിട്ട് പോകുന്ന ഒരുപാട് ആളുകളെ പറ്റി. ഇപ്പോൾ ഒരു 10 കല്യാണം 20 കല്യാണം ഒക്കെ, അതായത് ഒരു കല്യാണം കഴിച്ചിട്ട് കുറച്ച് നാൾ അവിടെ അവരുടെ കൂടെ താമസിച്ചതിന് ശേഷം വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് പോയി അടുത്ത കല്യാണം കഴിച്ച് അങ്ങനെ പോകുന്ന ഒരുപാട് ആളുകളുടെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലാണ് ഇത്തരത്തിലുള്ള കേസുകൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം രഹസ്യമായിട്ട് രാഹുൽ മാങ്കൂട്ടം കൊണ്ടു നടന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ എല്ലാം മാനിപ്പുലേറ്റീവ് കൺസേൺ ആണ് പ്രധാനമായിട്ടുള്ളത്. ധാർമ്മികപരമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു പൊളിറ്റിക്കലി നിൽക്കുന്ന ഒരാളാണ്. പൊളിറ്റിക്കലി നിൽക്കുന്ന ഒരാൾ
പാലിക്കേണ്ട മര്യാദകൾ അല്ലെങ്കിൽ മാന്യതകൾ, ഇതാണ് അവിടെ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത്. അവിടെ ധാർമ്മികതയാണ് ചർച്ച ചെയ്യുന്നത്. ഇതൊരു സാധാരണപ്പെട്ട ഒരാളായിരുന്നെങ്കിൽ ഇത് ആരും അറിയാതെ ചർച്ച ചെയ്യാതെ പോകുന്ന ഒരു വിഷയമായിരുന്നു. തീർച്ചയായിട്ടും ഇവിടെ രാഹുൽ ഈ ഒരു പരാതി വന്ന സമയം മുതൽ രാഹുൽ പറയുന്നൊരു കാര്യമുണ്ട്. ഈ പറയുന്ന കേസിനെ തനിക്ക് അനുകൂലമാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കാൻ തനിക്കറിയാം, അല്ലെങ്കിൽ ഈ ഒരു പരാതിക്ക് വിലയില്ലാത്ത രീതിയിലേക്ക് എത്തിച്ചേർക്കാൻ തനിക്ക് സാധിക്കുമെന്ന ഒരു കോൺഫിഡൻസ് ഇത്തരത്തിൽ അദ്ദേഹം തുടക്കം മുതലേ പറയുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ രാഹുൽ അറസ്റ്റിലായപ്പോൾ ഈ പറയുന്ന പെൺകുട്ടിയെ നാട്ടിലേക്ക് എത്തിക്കാതിരിക്കാൻ രാഹുലിന്റെ തന്നെ പല അനുകൂലികളായിട്ടുള്ള, ഇപ്പോൾ കേരളത്തിലെ അവസ്ഥ അനുസരിച്ച് രാഹുലിനെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് ചേരിയിലേക്ക് ആളുകൾ മാറുന്ന ഒരു സാഹചര്യമുണ്ട്. സ്വാഭാവികമായിട്ടും രാഹുലിനെ അനുകൂലിക്കുന്നവരുടെ ചില കളികൾ കൊണ്ടായിരിക്കുമോ ഈ പറയുന്ന പെൺകുട്ടി നാട്ടിലേക്ക് എത്താതിരിക്കുന്നത്? ഒരിക്കലും അങ്ങനെയൊന്നുമല്ല. അപ്പോൾ ഒരാൾക്കെതിരെ പരാതി കൊടുക്കണമെന്ന് അവർക്ക് മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് അതിന് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇപ്പൊ കാനഡയിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടി വിസ എടുത്ത് വന്നാൽ മാത്രം മതി. അപ്പോൾ ചിലതൊക്കെ രാഷ്ട്രീയ പ്രേരിതമാകാം, അല്ലെങ്കിൽ ചില ഇൻഫ്ലുവൻസും ഉണ്ട്. ഇപ്പോൾ പിണറായി വിജയൻ സഖാവ് തന്നെ ഡയറക്റ്റ് ആയിട്ട് വന്നു, രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഏതെങ്കിലും പെൺകുട്ടിക്ക് പരാതി ഉണ്ടെങ്കിൽ എന്നേക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പരാതി തരാം, നിങ്ങൾ ആരും ഭയപ്പെടേണ്ട, സർക്കാർ നിങ്ങളുടെ കൂടെ ഒപ്പമുണ്ട് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടുത്തെ മുഖ്യമന്ത്രി വരെ പോയൊരു കേസാണിത്. അപ്പോൾ ഇത്തരത്തിലുള്ള കേസുകളെ ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിക്കാനും ആ പെൺകുട്ടിക്ക് പരാതികളൊന്നുമില്ലെങ്കിൽ ആ പെൺകുട്ടിയെ കൊണ്ട് പരാതി കൊടുപ്പിക്കാനുമുള്ള ഇൻഫ്ലുവൻസിങ് നടത്താനുള്ള സാഹചര്യങ്ങളെല്ലാം ഉണ്ട്. ഇപ്പൊ എന്ത് തന്നെയാണെങ്കിലും കോടതിയാണ് അവസാനമായി ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പെൺകുട്ടികളുടെ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഭർത്താക്കന്മാരുള്ള ആളുകളാണ്, അപ്പം ഫാമിലി ആയിട്ട് ജീവിച്ചിട്ടുള്ള ആളുകളാണ്. അപ്പം എക്സ്ട്രാ മാരിറ്റൽ അഫക്റ്റിൽ വരുന്ന ഒരു കേസുകളാണ് ഇത്തരത്തിലുള്ള കേസുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഇതിൽ കോടതിയാണ്, ഒരേപോലെ തന്നെ ആ പെൺകുട്ടിയും രാഹുൽ മാങ്കൂട്ടവും കുറ്റക്കാര് തന്നെയാണ്. എന്ത് തന്നെയാണെങ്കിലും കോടതി തീരുമാനിക്കും.